ഈ ക്ലാസ്സിൽ നമ്മൾ അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ 6ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. സെക്കൻഡറി ഗ്രോത്ത്, എങ്ങനെയാണ് പ്ലാന്റ്സിൽ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്നാണ് പഠിക്കുന്നത്. നമുക്കറിയാം റൂട്ടും സ്റ്റെമ്മും ഒക്കെ ലെങ്ത് വൈസ് അത് ഇൻക്രീസ് ചെയ്യും എപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി. അപ്പൊ അതിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്നാ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഈ എപ്പിക്കൽ മെരിസ്റ്റം ഒക്കെ ഈ പ്ലാന്റ് ഉണ്ടായി വരുമ്പോൾ തന്നെ പ്രൈമറിലി ഇൻ ദ ബിഗിനിങ് തന്നെ അതിനകത്ത് കാണുന്നതുകൊണ്ടാണ് നമ്മളതിനെ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രൈമറി ഗ്രോത്ത് കൂടാതെ ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിൽ അതിന്റെ വണ്ണം കൂടുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട്. അതായത് ഇൻക്രീസ് ഇൻ ഗിർത്ത്, ഗിർത്ത് എന്ന് പറയുന്ന വിഡ്ത്ത് ആണ് കേട്ടോ. ആ വണ്ണം കൂടുന്ന പ്രക്രിയ അതിനെയാണ് സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഇൻക്രീസ് ഇൻ ഗിർത്ത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സെക്കൻഡറി ഗ്രോത്ത്. അപ്പൊ സെക്കൻഡറി ഗ്രോത്ത് കാണുന്നത് എവിടെയാ? ഡൈക്കോട്ടിലിഡിനസ് പ്ലാന്റ്സിലാണ് കാണുന്നത്. സെക്കൻഡറി ഗ്രോത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന 2 ലാറ്ററൽ മെരിസ്റ്റ് ആണ്. അതായത് വാസ്കുലാർ ക്യാമ്പിയോ കോർ ക്യാമ്പിയോ ആണ് ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നത്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ വാസ്കുലാർ ക്യാമ്പിയാണ് പഠിക്കുന്നത് കേട്ടോ. വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്ന ടിഷ്യൂ, വാസ്കുലാർ ടിഷ്യൂസിനോട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ക്യാമ്പിയത്തിനെയാണ് വാസ്കുലാർ ക്യാമ്പിയം, അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസിനോട് അസോസിയേറ്റ് ചെയ്ത് കാണുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂനെയാണ് വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത്രയൊന്ന് വായിച്ചു നോക്കാം. സെക്കൻഡറി ഗ്രോത്ത്, ദ ഗ്രോത്ത് ഓഫ് ദ റൂട്ട് ആൻഡ് സ്റ്റെംസ് in length with the help of apical meristem is called the primary growth. Apart from primary growth, most dicotyledonous plants exhibit an increase in girth. This increase is called the secondary growth. The tissues involved in secondary growth are the 2 lateral meristems, that is vascular cambium and core cambium. Next, vascular cambium ആണ് നമ്മൾ പഠിക്കുന്നത്. വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറഞ്ഞാൽ ഒരു മെരിസ്റ്റമാറ്റിക് ലെയർ, അത് വാസ്കുലാർ ടിഷ്യൂസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, വാസ്കുലാർ ടിഷ്യൂസിനെ കട്ട് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ വാസ്കുലാർ ടിഷ്യൂസിനെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്ത് കൂടുതൽ നമ്പർ വാസ്കുലാർ ടിഷ്യൂസ് സൈലോം ഫ്ലോയോ ഉണ്ടാകുന്നതിനെ അതിനെ കട്ട് ഓഫ് ചെയ്യാന്ന് പറയുന്നത്. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂനെയാണ് നമ്മൾ വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. അതാ ഇവിടെ ഞാനൊരു ഡയഗ്രം എടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രം അല്ല കേട്ടോ, നമുക്ക് കണ്ടാൽ മനസ്സിലാവാൻ പാകത്തിനൊരു ഡയഗ്രാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. സോ ഹിയർ നമുക്കറിയാലോ കൺജോയിൻ കൊളാറ്ററൽ അറേഞ്ച്മെന്റ് ആണ് വാസ്കുലാർ ക്യാമ്പിയം ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിലുള്ളത്. ഇത് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ കാണുന്ന ഒരു, ഡൈക്കോട്ട് സ്റ്റെമ്മിലും റൂട്ടിലുമാണ് സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ ഡൈക്കോട്ട് സ്റ്റെം ആണ് ഇവിടെ ഈ സെക്കൻഡറി ഗ്രോത്ത് അല്ലെങ്കിൽ വാസ്കുലാർ ക്യാമ്പിയത്തിനെ പറ്റി പഠിക്കാൻ എടുത്തിട്ടേക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് പ്രൈമറി ഫ്ലോ ആണ്. ഇത് ആദ്യം ഉണ്ടായിരുന്ന ഫ്ലോ ആണ്. ഈ മഞ്ഞ കളറിൽ കാണുന്നത് ഇത് ആദ്യം ഉണ്ടായിരുന്ന ഫ്ലോ ആണ്. അതേപോലെ തന്നെ ഇത് ആദ്യം ഉണ്ടായിരുന്ന സൈലം ആണ്. ഈ സൈലത്തിന്റെയും ഈ ഫ്ലോയത്തിന്റെയും ഇടയിലായിട്ട് എ പാച്ച് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇവരുണ്ടായപ്പോ തന്നെ, അതായത് ഈ പ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് സൈലോം ഫ്ലോയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ഒരു പാച്ച് ഓഫ് ടിഷ്യൂ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കണ്ടു. അതായത് അതിന് ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് കണ്ടു. ഇത് ഡിവിഷൻ നടന്ന, ഇത് ഇവിടുന്ന് ഡിവൈഡ് ചെയ്ത് മെച്ചുവർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് സൈലോവും ഫ്ലോയും തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ നമ്പർ കൂട്ടാൻ വേണ്ടിയിട്ട് സൈലോം ഫ്ലോയും ഉണ്ടായ അതേ സമയത്ത് തന്നെ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്ചുവർ ആയ അതേ സമയത്ത് തന്നെ അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു പാച്ച് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രൈമറി ഇൻ ഒറിജിൻ ആണ് കേട്ടോ. ഇത് പ്രൈമറിലി ഉണ്ടായിരുന്ന, ആദ്യം തന്നെ ഉണ്ടായിരുന്ന ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ത് ചെയ്യുന്നറിയോ? ദിസ് വിൽ അണ്ടർഗോ ഡിവിഷൻ കേട്ടോ. ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഡിവൈഡ് ചെയ്ത സൈലം ഉള്ളിലേക്കും ഫ്ലോയും പുറത്തേക്കും ഉണ്ടാവും. അപ്പൊ പ്രൈമറി ഫ്ലോയത്തിന്റെയും പ്രൈമറി സൈലത്തിന്റെയും ഇടയിൽ കാണുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ബിഗിനിങ്ങിൽ തന്നെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഈ യങ് സ്റ്റെമ്മിൽ പോലും നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പാച്ച് ഓഫ് ടിഷ്യൂ കാണാൻ കഴിയും. അത് വണ്ണം വെച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പറയുന്ന സെക്കൻഡറി മെരിസ്റ്റം ഉള്ളത്, അല്ലെങ്കിൽ സെക്കൻഡറി മെരിസ്റ്റ് അല്ല ലാറ്ററൽ മെരിസ്റ്റ് ഉള്ളത്. സെക്കൻഡറി മെരിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇത് പ്രൈമറി മെരിസ്റ്റ്. കാരണം അത് അതിന്റെ യങ് സ്റ്റെമ്മിൽ തന്നെ കാണുന്നതാണ് കേട്ടോ. യങ് സ്റ്റെമ്മിൽ അതൊരു പാച്ച് ആയിട്ട് ഒരു ചെറിയ മാർക്ക് മാതിരി ഒരു ചെറിയ ഒരു സിംഗിൾ ലെയർ ആയിട്ടാണ് ഈ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിൽ കാണുന്നത് നമുക്ക് കാണാൻ കഴിയുക. പിന്നീട് ഇതൊരു കംപ്ലീറ്റ് റിംഗ് ആയിട്ട് ഫോം ചെയ്യും. പിന്നീട് ഇതൊരു കംപ്ലീറ്റ് റിംഗ് ആയിട്ട് ഫോം ചെയ്യും. കാരണം ഇതിങ്ങനെ വണ്ണം വെച്ച് വരുന്ന സമയത്ത് ഇവിടെ മാത്രം അതിന്റെ സൈസ് ഇൻക്രീസ് ചെയ്ത്, വണ്ണം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ മുഴച്ചിരിക്കും, ഇവിടെ മുഴച്ചിരിക്കും, അതേപോലെ ഇവിടെ
മുഴച്ചിരിക്കും. അങ്ങനെ വരാൻ പാടില്ല. ഒരു യൂണിഫോം തിക്നെസ് ഉണ്ടാവണം അല്ലെ. ആ യൂണിഫോം തിക്നെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിന്റെ ഒക്കെ സ്റ്റീലിന്റെ റീജിയനിൽ കാണുന്ന ഈ വാസ്കുലാർ ക്യാമ്പിയം, സ്റ്റീൽ എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം, പെരിസൈക്കിളും പിത്തും വാസ്കുലാർ ബണ്ടിലും എല്ലാം കൂടി ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പൊ ആ സ്റ്റീൽ റീജിയന്റെ വണ്ണം കൂടാൻ വേണ്ടിയിട്ടുള്ളതാണ് വാസ്കുലാർ ക്യാമ്പിയം. അത് കാണുന്നത് വാസ്കുലാർ ടിഷ്യൂസിന്റെ ഇടയിലായതുകൊണ്ടാണ് അതിനെ വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. വാസ്കുലാർ ടിഷ്യൂസ് സൈലോം ഫ്ലോയും കൊളാറ്ററൽ കൺജോയിന്റ് അറേഞ്ച്മെന്റ് ആയതുകൊണ്ട് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ഒരു പാച്ച് ഓഫ് ടിഷ്യൂ ആദ്യം തന്നെ കാണും. അത് പ്രൈമറി മെരിസ്റ്റം ആണ്. ശരിക്കും പറഞ്ഞാൽ ലാറ്ററൽ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കൂടി ഇത് ആദ്യം മുതലേ ഉള്ളത് കൊണ്ട് ഇത് പ്രൈമറി മെരിസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ മാത്രം സൈസ് ഇൻക്രീസ് ചെയ്താൽ ഇത് ഡിവൈഡ് ചെയ്തിട്ട് സൈലം ഉള്ളിലേക്കും ഫ്ലോയും പുറത്തേക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും നമ്പർ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രം ഇങ്ങനെ വേവി ആയിട്ട് ഇത് വണ്ണം വയ്ക്കും. അത് പാടില്ല. യൂണിഫോം ആയിട്ട് തിക്നെസ് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ഇടയ്ക്കുള്ള ഈ റീജിയനും എന്ത് വേണം, തിക്നെസ് കൂട്ടണം. അതുകൊണ്ട് തന്നെ ഈ വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയ്ക്ക് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്നൊരു ക്യാമ്പിയം ഉണ്ടാവും. ഇത് വാസ്കുലാർ ബണ്ടിൽസിന്റെ ഇടയിൽ രണ്ട് വാസ്കുലർ സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഉള്ളിലായിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയും. അപ്പൊ ഈ ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം എന്നുള്ള ആ ഒരു റിങ്ങും കൂടെ ഉണ്ടായാൽ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇനി നമ്മൾ അനാട്ടമി ഓഫ് ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെം പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അതിന്റെ പിത്ത് റീജിയനിൽ പാരൻകൈമ ടിഷ്യൂ ഉണ്ട്. ഈ പിത്ത് റീജിയനിലുള്ള പാരൻകൈമ ടിഷ്യൂ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് മെഡുലറി റേസ് ആയിട്ട് കാണും എന്ന് പറഞ്ഞു. ഈ മെഡുലറി റേസിൽ കുറെ സെൽസ് ആണ് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ റിങ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ആയിട്ട് ആരാ മാറുന്നത്, ഭിത്തിന്ന് അത് എലോങ്ങേറ്റ് ചെയ്തു പോയ പാരൻകൈമ ടിഷ്യൂസ് സൈലം ഫ്ലോയം ബണ്ടിൽസിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പെനട്രേറ്റ് ചെയ്ത് പോയ ആ പാരൻകൈമ ടിഷ്യൂ ആണ് എന്തായിട്ട് മാറുന്നത്, മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറുന്നത്. അങ്ങനെ മെരിസ്റ്റമാറ്റിക് ആയിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് വാസ്കുലാർ ക്യാമ്പിയം എന്ന കംപ്ലീറ്റ് റിങ് കിട്ടും. വാസ്കുലാർ ക്യാമ്പിയം എന്ന കംപ്ലീറ്റ് റിങ്ങിൽ നമുക്ക് രണ്ട് തരത്തിൽ ആണ് ക്യാമ്പിയം കാണാൻ കഴിയുക. ഒന്ന് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം, ഒന്ന് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം. ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറഞ്ഞാൽ സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഇടയിൽ ഇൻട്രാ ആയിട്ട് കാണുന്നത്. അതേപോലെ സൈലം ഫ്ലോയം ബണ്ടിൽസിന്റെ ഇടയിൽ രണ്ട് സൈലം ഫ്ലോയം ബണ്ടിൽസിന്റെ ഇടയിൽ കാണുന്നത് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം. ഈ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം സൈലോം ഫ്ലോയോ ഉണ്ടാക്കുമ്പോൾ ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ഉണ്ടായിട്ടുള്ളത് മെഡുലറി റേസ് ഭിത്തിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുള്ള പാരൻകൈമ ടിഷ്യൂ മെഡുലറി റേസ് ആയിട്ടുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് ആ മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്താണ് എന്തായിട്ട് മാറുന്നത്, ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ആയിട്ട് മാറുന്നത്. അപ്പൊ വാസ്കുലാർ ക്യാമ്പിയത്തില് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയവും ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയവും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വാസ്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത് കേട്ടോ. സോ ഹിയർ വി വിൽ ജസ്റ്റ് റീഡ് ദാറ്റ് മച്ച്. വാസ്കുലാർ ക്യാമ്പിയം, the meristematic layer that is responsible for cutting off vascular tissue, xylem and phloem, is called vascular cambium. In the young stem, it is present in patches as the single layer between xylem and phloem. xylത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിൽ ഈ കാണുന്നത് അത് ആദ്യം യങ് സ്റ്റെമ്മിൽ തന്നെ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൈമറി മെരിസ്റ്റ് ആണ്. ലേറ്റർ ഇറ്റ് ഫോം എ കംപ്ലീറ്റ് റിംഗ് ഫോം ചെയ്യുന്നത് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം കൊണ്ടാണ്. ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം മെഡുലറി റീസ് മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഫോർമേഷൻ ഓഫ് ക്യാമ്പിയൽ റിംഗ്. എങ്ങനെയാണ് ക്യാമ്പിയൽ റിംഗ് ഫോം ചെയ്യുന്നത്? ഡൈക്കോട്ടിലിഡിനസ് സ്റ്റെമ്മിന്റെ കേസിൽ ക്യാമ്പിയം സെൽസ് പ്രൈമറി സൈലത്തിന്റെയും പ്രൈമറി ഫ്ലോയത്തിന്റെയും ഇടയിൽ കാണുന്നതിന് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഇതാണ് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എന്ന് പറയുന്നത്. ഇനി മെഡുലറി റേസ്, ദ സെൽസ് ഓഫ് മെഡുലറി റേസ് എന്ന് പറയുന്നത് എന്താ, ഈ പിത്തിന്റെ പാരൻകൈമ ടിഷ്യൂ രണ്ട് സൈലം ഫ്ലോയം ബണ്ടിൽസിന്റെ ഇടയിലേക്ക് എലോങ്ങേറ്റ് ചെയ്ത് കാണുന്നതിനെയാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം ത്തിന്റെ ഇടയിൽ കാണുന്ന അല്ലെങ്കിൽ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം കൂടെ ഡെവലപ്പ് ചെയ്യും മെഡുലറി റേസ്. അതായത് സെൽസ് ഓഫ് മെഡുലറി റേസ്
adjoining this intravesicular cambium become meristematic and form the intervesicular cambium. Intravesicular cambiumത്തിന്റെ അതേ ലെവലിൽ നിൽക്കുന്ന ഈ മെഡുലറി റേസ് മെറിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടി ഡി ഡിഫറൻഷിയേഷൻ എന്ന പ്രോസസ് നടത്തി അത് മെറിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം ഉണ്ടാവും. അപ്പോൾ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയവും ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയവും കൂടി കൂടിയിട്ട് ഒരു കംപ്ലീറ്റ് റിംഗ് ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ദസ് എ കണ്ടിന്യൂസ് റിംഗ് ഓഫ് ക്യാമ്പിയം ഈസ് ഫോംഡ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതൊരു ഡൈക്കോട്ടിലിഡിന് സ്റ്റെമ്മിന്റെ ക്രോസ് സെക്ഷനായി കാണിച്ചിട്ടില്ല. നമുക്കറിയാലോ ഒരു റിംഗിൽ കൺജോയിൻ കൊളാറ്ററൽ അറേഞ്ച്മെന്റ് ആയിട്ട് കുറേ സൈലം ഫ്ലോയംസ് ഉണ്ടാവും. ഇതതിന്റെ എപ്പിഡെർമിസ് ആണ്, ഇതതിന്റെ കോർട്ടെക്സ് ആണ്, അതേപോലെ ഇതതിന്റെ വാസ്കുലാർ ടിഷ്യൂ ആണ്. ഈ വാസ്കുലാർ ടിഷ്യൂവിൽ ഇത് ഫ്ലോയും ഇത് സൈലോം, ഇതിന്റെ ഇടയ്ക്ക് കാണുന്നത് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയോ ആണ്. കാരണം ഇത് ഓപ്പൺ ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിലാണ് കേട്ടോ. ഈ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം എപ്പോഴേ ഉണ്ടാവും? യങ് സ്റ്റേജിൽ തന്നെ ഉണ്ടാവും. ഈ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം സൈലത്തിനെ ഡിവൈഡ് ചെയ്ത സൈലം ഉള്ളിലേക്കും ഉണ്ടാക്കും, ഫ്ലോയും പുറത്തേക്കും ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ അത് കട്ട് ഓഫ് ചെയ്തിട്ട് സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ എമൗണ്ട് കൂട്ടും. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇത്തിരി പൊങ്ങിക്കും, ഇവിടെ ഇത്തിരി പൊങ്ങിക്കും, അവിടെയൊക്കെ വിട്ടുകൂടും. പക്ഷെ ഇതിന്റെ ഇടയിലോ വിട്ടുകൂടുന്നില്ല. അങ്ങനെ ഇടയിൽ വിട്ടുകൂടാൻ വേണ്ടിയിട്ട് ഈ ഭിത്തിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നിട്ടുള്ള പാരൻകൈമ ടിഷ്യൂസ് മെഡുലറി റേസ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. ഈ മെഡുലറി റേസ് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന, അതായത് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിന്റെ അതേ ലെവലിൽ നിൽക്കുന്ന മെഡുലറി റേസ് മെറിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യും. കണ്ടത് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന മെഡുലറി റേസ് മെറിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യും. മെറിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള സെൽസും സെക്കൻഡറി മെഡുലറി റേസ് ഫോം ചെയ്യും. ആ സെക്കൻഡറി മെഡുലറി റേസ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അത് കംപ്ലീറ്റ് വാസ്കുലാർ ക്യാമ്പിയം വന്നിട്ട് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയവും ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയവും കൂടി കൂടിയിട്ട് ഒരു യൂണിഫോം തിക്നെസ് പ്ലാന്റിന്റെ സ്റ്റെമ്മിന് കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം കേട്ടോ. So here, formation of cambial ring. In dicot stem, the cells of cambium present in between the primary xylem and primary phloem is the intrafesicular cambium. The cells of medullary rays adjoining these intrafesicular cambium become meristematic and form the interfesicular cambium. ഇവിടെ ആ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് മെഡുലറി റേസ് അത് ആ സെയിം പൊസിഷനിൽ സെയിം ലെവലിലിരിക്കുന്ന മെഡുലറി റേസ് ഡി ഡിഫറൻഷിയേഷൻ നടക്കും കേട്ടോ. ഓർത്തിരുന്നോളും, ഡി ഡിഫറൻഷിയേഷൻ. കാരണം അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെഡുലറി റേസ് ആയതാ. ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അത് എന്താവും? മെറിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പൊ ഡി ഡിഫറൻഷിയേഷൻ നടന്ന് അത് മെറിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ എന്തായി? ഒരു കണ്ടിന്യൂസ് റിംഗ് ഓഫ് ക്യാമ്പിയം ഈസ് ഫോംഡ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ക്യാമ്പിയൽ റിംഗിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ക്യാമ്പിയൽ റിംഗ് ബിക്കം ആക്റ്റീവ് ആൻഡ് ബിഗിൻ ടു കട്ട് ഓഫ് ന്യൂ സെൽസ്. ഈ ക്യാമ്പിയൽ റിംഗ് വന്നിട്ട് ആക്റ്റീവായി അത് പുതിയ സെൽസ് കട്ട് ഓഫ് ചെയ്ത് പുതിയ സെൽസ് ഉണ്ടാക്കാൻ തുടങ്ങും. അതായത് പുറത്തേക്കും അകത്തേക്കും അത് ഡിവൈഡ് ചെയ്യും. അത് ഉള്ളിലേക്ക് ഡിവൈഡ് ചെയ്യുന്നത്, അതായത് പിത്തിന്റെ ഡയറക്ഷനിലേക്ക് ഡിവൈഡ് ചെയ്ത് ഈ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിൽ നിന്ന് ഉണ്ടാകുന്നത് സെക്കൻഡറി സൈലം ആയിരിക്കും. അതേപോലെ പിത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് പുറത്തേക്ക് ഡിവൈഡ് ചെയ്ത് ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത് സെക്കൻഡറി ഫ്ലോയും ആയിരിക്കും. അപ്പൊ സെക്കൻഡറി സൈലം ഉള്ളിലേക്കും സെക്കൻഡറി ഫ്ലോയും പുറത്തേക്കും ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി സൈലം ഇങ്ങനെ അകത്തേക്ക് പിത്തിന്റെ ഉള്ളിലേക്ക് തള്ളി കൊണ്ടുപോകും. അതേപോലെ തന്നെ സെക്കൻഡറി സൈലം ദാ ഇവിടെ ഫോം ചെയ്യും. അതേപോലെ പ്രൈമറി ഫ്ലോയത്തിന് പെരിഫറിയിലേക്ക് തള്ളി കൊണ്ടുപോകും. സെക്കൻഡറി ഫ്ലോയം ആയിരിക്കും എവിടെ നിൽക്കുന്നത്? ആ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിനോട് അടുത്ത് നിൽക്കുന്നത്. അപ്പൊ സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും ആ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയത്തിൽ നിന്ന് പുതിയതായിട്ട് ഉണ്ടാവുന്നതുകൊണ്ട് അതിനോടടുത്ത് നിൽക്കുന്ന സെക്കൻഡറി സൈലും സെക്കൻഡറി ഫ്ലോയും ആയിരിക്കും എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി ഈ ക്യാമ്പിയം കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും എങ്ങോട്ടാണെന്നറിയോ? ഇന്നർ സൈഡിലേക്ക് അത് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും ഔട്ടർ സൈഡിനേക്കാൾ. അതുകൊണ്ട് തന്നെ സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറി ഫ്ലോയത്തിനേക്കാൾ കൂടുതലായിരിക്കും. സെക്കൻഡറി സൈലം സെക്കൻഡറി ഫ്ലോയത്തിനേക്കാൾ കൂടുതൽ ഇങ്ങോട്ട് കട്ട് ഓഫ് ചെയ്യും. സെക്കൻഡറി സൈലം കൂടുതൽ ഉണ്ടാവും സെക്കൻഡറി ഫ്ലോയത്തിനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നതെന്നറിയോ? ദ സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ഈസ് മോർ ദാൻ സെക്കൻഡറി ഫ്ലോയം ആൻഡ് സൂൺ ഫോം എ കമ്പാക്ട് മാസ്. ഈ സെക്കൻഡറി
സൈലം ഒരു കമ്പാക്ട് മാസ് ഫോം ചെയ്യും. അതായത് ഒരുപാട് തിങ്ങി നിറഞ്ഞ് സെക്കൻഡറി സൈലം ഫോം ചെയ്യും. ഈ പ്രൈമറി സെക്കൻഡറി ഫ്ലോയും പതുക്കെ ഇവിടെ വന്നിട്ട് ക്രഷ് ആവാൻ തുടങ്ങും. അതായത് ഇവർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്ത പോലെ ആയിരിക്കും സെക്കൻഡറി സൈലം ഡിവൈഡ് ചെയ്ത് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡിവിഷൻ നടന്ന് ഒരു കമ്പാക്ട് മാസ് ഓഫ് സെൽസ് ഉണ്ടാവുന്നതുകൊണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫ്ലോയും ഗ്രാജുവലി അതിൻ്റെ ഉള്ളിൽ ക്രഷ് ആവാൻ തുടങ്ങും കേട്ടോ. ഈ സെക്കൻഡറി സൈലം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരികയും ചെയ്യും. അതേപോലെ പ്രൈമറി സൈലം എന്ത് ചെയ്യും, സെന്റർ റീജിയനിലേക്ക് ഇങ്ങനെ തള്ളി തള്ളി പോകുന്നതാണ്. പ്രൈമറി സൈലം ഹവർ റിമെയിൻ മോർ ഓർ ലെസ് ഇൻടാക്ട് ഇൻ ഓർ അറൌണ്ട് ദ സെന്റർ. അതായത് അത് ഒന്നുപോലെ ഭയങ്കരമായിട്ട് ഇൻടാക്റ്റ് ആയിട്ട് കാണാം, കണ്ടൻസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ കുറച്ച് കണ്ടൻസ് അത്രയും ഫ്ലോയത്തിന്റെ മാതിരി അങ്ങനെ കൂടി പിടിച്ച് കാണില്ല, അങ്ങനെ തിക്കായിട്ട് കാണില്ല. അത് പതുക്കെ ഉള്ളിലേക്ക് തള്ളി തള്ളി പോകാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ട് അത് പിത്ത് റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. ചില പ്ലേസസിൽ ക്യാമ്പിയം ഒരു നാരോ ബാൻഡ് ഓഫ് പാരൻകൈമ ഉണ്ടാക്കുന്നതാണ്. അത് ഈ റീജിയനിലാണ് നാരോ ബാൻഡ് ഓഫ് പാരൻകൈമ ഉണ്ടാക്കുന്നത്. അത് സെക്കൻഡറി സൈലം വിച്ച് പാസസ് ത്രൂ ദ സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയും ഇൻ ദ റേഡിയൽ ഡയറക്ഷൻ. റേഡിയൽ ഡയറക്ഷനിൽ സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും വഴിയാണ് പാസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതാ ഈ സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയത്തിന്റെ അതേ ലെവലിലാണ് എന്തിരിക്കുന്നത് ഈ പാരൻകൈമ പാച്ച് ഓഫ് ടിഷ്യൂ. അത് സെക്കൻഡറി മെഡുലറി റേസ് ആണ് കേട്ടോ. അത് റേഡിയൽ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്ന ഈ സാധനം എന്താണ്, സെക്കൻഡറി മെഡുലറി റേസ്. അതായത് മെഡുലറി റേസ് ആണല്ലോ അവിടെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയിട്ട് നിൽക്കുന്നത്. ആ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് മെഡുലറി റേസ് സെക്കൻഡറി മെഡുലറി റേസ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. സോ ദിസ് ഈസ് ദ മെഡുലറി റേസ്. ഇതാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഇത് സെക്കൻഡറി ഫ്ലോയം ആണ്. അതേപോലെ തന്നെ സെക്കൻഡറി ഫ്ലോയം ഈ കാണുന്നതാണ് സെക്കൻഡറി ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്. സെക്കൻഡറി സൈലത്തിന്റെ സെക്കൻഡറി ഫ്ലോയത്തിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ പറയുന്ന സെക്കൻഡറി മെഡുലറി റേസും എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാണാം. ഈ സെക്കൻഡറി മെഡുലറി റേസിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ യൂണിഫോം വിഡ്ത്ത് പ്ലാന്റ്സിന്റെ അല്ലെങ്കിൽ ഡൈക്കോട്ടിലിഡിന സ്റ്റെമ്മിന്റെ വിഡ്ത്ത് യൂണിഫോം ആയിട്ട് റിമെയിൻ ചെയ്യാനുള്ള കാരണം കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ദ ആക്ടിവിറ്റി ഓഫ് ക്യാമ്പിയൽ റിംഗ് ബിക്കം ആക്റ്റീവ് ആൻഡ് ബിഗിൻസ് ടു കട്ട് ഓഫ് ന്യൂ സെൽസ് ബോത്ത് ടുവേർഡ്സ് ദ ഇന്നർ ആൻഡ് ഔട്ടർ സൈഡ്. ദ സെൽസ് കട്ട് ഓഫ് ടുവേർഡ്സ് പിത്ത് മെച്ചുർ ഇൻ ടു സെക്കൻഡറി സൈലം ആൻഡ് ദ സെൽസ് കട്ട് ഓഫ് ടുവേർഡ്സ് ദ പെരിഫറി മെച്ചുർ ഇൻ ടു സെക്കൻഡറി ഫ്ലോയം. ദ ക്യാമ്പിയം ഈസ് ജനറലി മോർ active on the inner side than on the outer. As a result, the amount of secondary xylem produced is more than secondary phloem and soon forms a compact mass. The primary and secondary phloem get gradually crushed due to the continued formation and accumulation of secondary xylem. The primary xylem, however, remain more or less intact in or around the center. At some places, the cambium forms a narrow band of parenchyma which passes through the secondary xylem and secondary phloem in the radial direction. These are the secondary medullary rays. അതായത് ഈ ഒരു ലെവലിൽ കാണുന്ന ആ ഒരു മെഡുലറി റേസിന് നമ്മൾ സെക്കൻഡറി മെഡുലറി റേസ് എന്നാണ് പറയുന്നത്. ഇത്രയും ഭാഗം സെക്കൻഡറി മെഡുലറി റേസ് ആയിരിക്കും. റേഡിയലി ഇതിന്റെ ഒപ്പം തന്നെ നിൽക്കും, സെക്കൻഡറി സൈലത്തിന്റെയും സെക്കൻഡറി ഫ്ലോയത്തിന്റെയും കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയും ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയും കൂടിയിട്ടാണ് ഈ വിഡ്ത്ത് ഇൻ ദ സ്റ്റീൽ റീജിയൻ നടത്തുന്നത്. അതായത് സ്റ്റീലിന്റെ റീജിയനിൽ വിട്ട് കൂട്ടുന്നത്, അല്ലാണ്ട് കോർട്ടെക്സിന്റെ റീജിയനിൽ അല്ല കേട്ടോ. ഇനി കോർട്ടെക്സിന്റെ റീജിയനിലും ഉണ്ട് ലാറ്ററൽ മെരിസ്റ്റം. നമ്മൾ വാസ്കുലാർ ക്യാമ്പിയത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കോർ ക്യാമ്പിയം ഇനി പറയാൻ കിടക്കണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഇൻട്രാഫെസിക്കുലാർ ക്യാമ്പിയം സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഉണ്ടാക്കുമ്പോൾ സെക്കൻഡറി സൈലം കൂടുതൽ ഉണ്ടാവുന്നതുകൊണ്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫ്ലോയും ഇവിടെ ക്രഷ് ആയി പോകും. പക്ഷേ ഈ സെക്കൻഡറി ഫ്ലോയത്തിൽ കൂടെ ഫുഡ് കണ്ടക്ഷൻ അത്യാവശ്യത്തിന് നടക്കുകയും ചെയ്യും. അതേപോലെ ഈ സെക്കൻഡറി സൈലം ഇങ്ങനെ ഒരുപാട് ഉണ്ടാവുമ്പോൾ പ്രൈമറി സൈലം ഒന്നുപോലെ സെന്ററിലേക്ക് മൂവ് ചെയ്ത് ലെസ് ഓർ മോർ ഇൻടാക്റ്റ് ആയിട്ട് കാണാം. ചിലപ്പോൾ അത് വളരെ തിക്കായിട്ട് കാണാം, ചിലപ്പോൾ അത് കുറച്ച് തിക്നെസ് ഒക്കെ അത്രയും എന്താ പറയുക തിങ്ങി നിറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം അതൊക്കെ അത് കൂടുന്നതനുസരിച്ച് അത് തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ ഇന്റർഫെസിക്കുലാർ ക്യാമ്പിയം മെഡുലറി റേസ് ഈ റീജിയനിൽ കാണുന്ന മെരിസ്റ്റമാറ്റിക് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് അത് ഡിവിഷൻ നടന്നിട്ട് സെക്കൻഡറി മെഡുലറി റേസ് ആയിട്ട് ഈ രണ്ട് ഭാഗത്തും ഇവിടെ വണ്ണം വയ്ക്കുന്ന അതേ റേഡിയലി നമ്മൾ നോക്കുമ്പോൾ അതേ ലെവലിൽ ഇവിടെയും വിട്ട് കൂടിയേക്കുന്ന ആ ഒരു ഭാഗം കാണുന്നത് സെക്കൻഡറി മെഡുലറി റേസ് ആയിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും എന്താണെന്ന് നോക്കാം. ഈ
ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി ഉണ്ടല്ലോ, അത് പല ഫിസിയോളജിക്കൽ ആൻഡ് എൻവറോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ കൺട്രോളിലാണ് കേട്ടോ. അതായത് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സും എൻവറോൺമെന്റൽ ഫാക്ടേഴ്സും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റിനെ. ചില ഫിസിയോളജിക്കൽ കണ്ടീഷനിലും എൻവറോൺമെന്റൽ കണ്ടീഷനിലും ക്യാമ്പിയം ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും, ചില കണ്ടീഷനിൽ ക്യാമ്പിയം ആക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഇത് സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്ത് കാണുന്ന ടെമ്പറേറ്റ് റീജിയനിലാണ്. അതായത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് യൂണിഫോം അല്ലാത്ത, വളരെയധികം വേരിയേഷൻ കാണിക്കുന്ന, ഒരു വർഷത്തിൽ തന്നെ പലതരത്തിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻ കാണിക്കുന്ന റീജിയനിലാണ് ഈ പറയുന്ന ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി വേരി ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നത്. അതായത് സ്പ്രിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ വസന്തകാലത്ത് ക്യാമ്പിയം വളരെ ആക്റ്റീവ് ആയിരിക്കും. ക്യാമ്പിയം വളരെ ആക്റ്റീവ് ആണെങ്കിൽ എന്താണ്, സൈലറി എലമെന്റ്സ് ഒക്കെ ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ആ ഓരോ സൈലത്തിന്റെ ഒരു കമ്പോണന്റ് ആണ് വെസൽ എന്ന് പറയുന്നത്. വെസലൊക്കെ വന്നിട്ട് വൈഡർ ക്യാവിറ്റീസ് ഒക്കെ ആയിരിക്കും അതിനുണ്ടാവുക, അതിന്റെ ക്യാവിറ്റി ഒക്കെ വലുതായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ തടിക്ക് വണ്ണം വെക്കുന്ന വളരെ പെട്ടെന്നായിരിക്കും സ്പ്രിംഗ് സീസണിൽ. ആ സീസണിൽ ഫോം ചെയ്യുന്ന വുഡിനെ അല്ലെങ്കിൽ വുഡ് എന്ന് പറയുന്ന സൈലാണ് കേട്ടോ. സൈലത്തിനെ നമ്മൾ സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് എന്നാ പറയാ, സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ് എന്നാ പറയാ. പക്ഷെ വിന്റർ സീസണിൽ ക്യാമ്പിയം വളരെ കുറച്ച് ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് സൈലറി എലമെന്റ്സേ ഉണ്ടാവുള്ളൂ. അതിനകത്താണെങ്കിലോ അതിന്റെ വെസൽസ് വളരെ നാരോ ആയിരിക്കും. ആ തരത്തിലുള്ള വുഡിനെ നമ്മൾ പറയുന്ന ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്നാണ് പറയുന്നത്. ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്പ്രിംഗ് വുഡ് ലൈറ്റ് കളറിലായിരിക്കും കാണാൻ കഴിയുക, കാരണം അതിന് ഡെൻസിറ്റി വളരെ കുറവാണ്. ഓട്ടം വുഡ് ഡാർക്ക് കളറിലായിരിക്കും, because the density it will be very high. എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് വുഡ് ലൈറ്റ് കളറിൽ കാണുമെന്ന് പറഞ്ഞാൽ ലാർജ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. വെസൽസ് ഒക്കെ വൈഡ് ആയിരിക്കും സ്പ്രിംഗ് വുഡിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ ഡെൻസിറ്റി എങ്ങനെയായിരിക്കും, അതിന്റെ ആ ഒരു കൺജസ്റ്റഡ് ആയ പോലെയല്ല, അതൊരു എന്താ പറയാ, ഇഷ്ടം പോലെ സ്പേസ് ഒക്കെ എടുത്ത് കുറച്ച് മണ്ണൊക്കെ കൂടിയ രീതിയിലായിരിക്കും കാണുക. അതുകൊണ്ട് ഡെൻസിറ്റി കുറച്ച് കുറവായിരിക്കും അവിടെ. അതുകൊണ്ട് അത് കുറച്ച് ലൈറ്റ് കളറിലായിരിക്കും കാണാം. എന്നാൽ ഓട്ടം വുഡ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ വിന്റർ സീസൺ ഉണ്ടാകുന്ന വുഡ് എങ്ങനെയായിരിക്കും, അതിന്റെ വെസലൊക്കെ വന്ന് വളരെ നാരോ ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ഒരുപാട് വണ്ണൊന്നും വെക്കുന്നില്ല. ഉണ്ടാവുന്ന ആ ഒരു ക്യാമ്പിയൽ ആക്ടിവിറ്റി കൊണ്ട് ഉണ്ടാവുന്ന പുതിയ സെൽസ് ഒക്കെ കുറച്ച് തിക്കായിട്ട് അവിടെ കാണും. ഒരു ചെറിയ എന്താ പറയുക നാരോ ആയിട്ടുള്ള ഒരു ബാൻഡ് ആണ് അത് ഫോം ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഡാർക്ക് കളറിലായിരിക്കും ഇരിക്കുന്നത്. അതിന് ഹൈ ഡെൻസിറ്റി ഉണ്ടാവും ആ ഒരു റീജിയനിൽ കേട്ടോ. ഈ രണ്ട് തരത്തിലുള്ള വുഡും ഓൾട്ടർനേറ്റ് കോൺസെൻട്രിക് ഫോമിൽ ആനുവൽ റിംഗ് ആയിട്ട് കാണാൻ പറ്റും ടെമ്പറേറ്റ് സോണിലൊക്കെ. അതായത് ടെമ്പറേറ്റ് സോണിൽ സ്പ്രിംഗ് സീസണും അതുപോലെ വിന്റർ സീസണും ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ സ്പ്രിംഗ് സീസണിലുള്ള വുഡ് ലൈറ്റ് കളറിലും ലൈറ്റ് സീസണിൽ അല്ലെങ്കിൽ വിന്റർ സീസണിലുള്ള വുഡ് ഡാർക്ക് കളറിലും കാണാൻ കഴിയും. അപ്പോൾ ഓരോ കൊല്ലവും ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ്സ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ ആനുവൽ റിംഗ് എന്ന് പറയുന്നത്. ആനുവൽ റിംഗ് ഒരു സ്റ്റെമ്മിനെ കട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ആ ഒരു ട്രീയുടെ ഏജ് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ഒരു ട്രീയുടെ ഏജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആനുവൽ റിംഗ് എണ്ണി നോക്കിയാൽ മതി. ആനുവൽ റിംഗ് എണ്ണി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു പ്ലാന്റിൻ്റെ ഏജ് അല്ലെങ്കിൽ ആ ഒരു ട്രീയുടെ ഏജ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ഈ ട്രീയുടെ ഏജ് സ്റ്റഡി ചെയ്യുന്നതിന് ഡെൻഡ്രോക്രോണോളജി എന്നാണ് പറയുന്നത്. ഡെൻഡ്രോക്രോണോളജി എന്നാണ് ഇതിൻ്റെ ഏജ് കണക്കാക്കുന്ന ഇതിന് ആ ഒരു സ്റ്റഡിക്ക് പറയുന്നത്, ഡെൻഡ്രോക്രോണോളജി. അതേപോലെ തന്നെ ഇത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെമ്മിന്റെ കഷ്ണം എടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇൻക്രിമെന്റ് ബോറർ എന്ന് പറയുന്നത്. ഇൻക്രിമെന്റ് ബോറർ, INCREMENT, ഇൻക്രിമെന്റ് ബോറർ, BORER. അതെങ്ങനെയാന്ന് വെച്ചാൽ രണ്ട് സൈഡും ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ഉണ്ടാവും. ആ ബ്ലേഡ് വളരെ ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ആ സ്റ്റെമ്മിന്റെ ഉള്ളിലേക്ക് സെന്റർ ഭാഗം വരെ ഇൻസേർട്ട് ചെയ്ത് വിടും. എന്നിട്ട് പതുക്കെ അത് ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെ വലിച്ചെടുക്കും. അപ്പോൾ ഒരു ചെറിയ പീസ് വുഡ് അവിടെ നിന്ന് ഇങ്ങനെ കട്ട്, ഒരു ഭയങ്കര തിൻ സ്ലൈസ് ഓഫ് വുഡ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് പോരും. അതിൻ്റെ സെൻറ്റർ ഭാഗം മുതൽ പുറം ഭാഗം വരെയുള്ള അതിൽ നമുക്ക് ആ റിങ് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാനുള്ള ഇതുമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രീക്ക് കേടൊന്നും വരുത്താതെ നമുക്ക് അതിൻ്റെ ഏജ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ ഡെൻഡ്രോക്രോണോളജി എന്നാണ് പറയുന്നത് കേട്ടോ. Counting and analyzing the annual growth ring of tree is called as
ഡെൻഡ്രോക്രോണോളജി. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഭാഗം വായിച്ചു നോക്കാം. സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ്. ദ ആക്ടിവിറ്റി ഓഫ് ദ ക്യാമ്പിയം ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് മെനി ഫിസിയോളജിക്കൽ ആൻഡ് എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആർ നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ദ ഇയർ. In the spring season, cambium is very active and produces a large number of xylem elements having vessels with wider cavities. The wood formed during this season is called as spring wood or early wood. In winter, the cambium is less active and forms the fewer xylem elements that have narrow vessels, and this wood is called as autumn wood or late wood. The spring wood is lighter in color and has a lower density, whereas the autumn wood is darker and has a higher density. The two kinds of wood that appear as alternate concentric rings constitute an annual ring. Annual rings seen in a cut stem give an estimate of the age of the tree. Okay. ഇനി നമുക്ക് ഹാർഡ് വുഡും സാപ്പ് വുഡും എന്താണെന്ന് നോക്കാം. ഇത് ക്യാമ്പിയം, വാസ്കുലാർ ക്യാമ്പിയം ഡിവിഷൻ നടത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ, അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡറി സൈലവും സെക്കൻഡറി ഫ്ലോയും ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അതിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും പറഞ്ഞതും അതുപോലെ തന്നെ ഹാർഡ് വുഡും സാപ്പ് വുഡും പറയാൻ പോകുന്നത്. ഇനി ഈ ഹാർഡ് വുഡും സാപ്പ് വുഡും എന്താന്ന് നോക്കിയാൽ, ഓൾഡ് ട്രീസിൽ, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ട്രീസിൽ, അതായത് സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ നടക്കുന്ന ട്രീസിൽ, സെക്കൻഡറി ഗ്രോത്ത് ഒക്കെ ഒരുപാട് നടന്ന ട്രീസിൽ സെക്കൻഡറി സൈലത്തിന്റെ ഒരു വലിയ പാർട്ട് ഡാർക്ക് ബ്രൗൺ കളറിൽ കാണാറുണ്ട്. അത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ടാനിൻസും റെസിൻസും ഓയിലും ഗമ്മും അരോമാറ്റിക് സബ്സ്റ്റൻസും എസെൻഷ്യൽ ഓയിലും ഒക്കെ ഡെപ്പോസിറ്റ് ആയതുകൊണ്ടാണ്. അതായത് ടാനിൻസിന്റെയും റെസിൻസിന്റെയും ഓയിൽസിന്റെയും ഗമ്മിന്റെയും അരോമാറ്റിക് സബ്സ്റ്റൻസിന്റെയും എസെൻഷ്യൽ ഓയിലിന്റെ ഒക്കെ ഡെപ്പോസിറ്റ് കൊണ്ട് ഒരു ലാർജ് പാർട്ട് ഓഫ് ദ സെക്കൻഡറി സൈലം എന്തായിട്ട് കാണും? വളരെ ഡാർക്ക് ബ്രൗൺ കളറായിട്ട് കാണും. അത് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ സെൻട്രൽ ഓർ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ സ്റ്റെം. സ്റ്റെമ്മിന്റെ സെന്റർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇന്നർ ഭാഗത്തേക്കോ ഇന്നർ ലെയറിലേക്കോ ആണ് നമ്മളിങ്ങനെ ഡാർക്ക് ബ്രൗൺ കളറിൽ ഈ സൈലം കാണുന്നത്. ഈ സബ്സ്റ്റൻസ് അവിടെ ഉള്ളത് കൊണ്ട്, അതായത് ഈ റെസിൻസും ടാനിൻസും ഓയിലും ഗമ്മും അരോമാറ്റിക് സബ്സ്റ്റൻസസും എസെൻഷ്യൽ ഓയിലും ഒക്കെ അവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടല്ലോ, ആ സബ്സ്റ്റൻസ് അവിടെ ഉള്ളത് കൊണ്ട് ആ സൈലം അത് ഹാർഡാവും, ഡ്യൂറബിൾ ആവും, അതായത് ഒരുപാട് കാലം നിലനിൽക്കുന്നതാവും. അതേപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നും ഇൻസെക്റ്റിൽ നിന്നും ഒക്കെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതും ആവും. ഈ റീജിയൻ കംപ്രൈസ് ചെയ്യുന്ന ഡെഡ് എലമെന്റ്സ് ആണ്, ഹൈലി ലിഗ്നിഫൈഡ് വോൾ ആണ് ഈ പറയുന്ന സൈലറി എലമെന്റ്സിന് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് അതിനെ ഹാർട്ട് വുഡ് എന്നാണ് പറയുന്നത്. ഈ ഒരു റീജിയൻ, അതായത് വാട്ടർ കണ്ടക്ഷൻ ഒന്നും നടക്കുന്നില്ല, അതിന് പകരം അതിന്റെ സൈലം വെസൽസ് ഈ കൂടിയൊക്കെ എന്താണ്, ടാനിൻസും റെസിൻസും അതുപോലെ ഓയിലും ഗമ്മും അരോമാറ്റിക് സബ്സ്റ്റൻസസും അതുപോലെ എസെൻഷ്യൽ ഓയിലും ഇതൊക്കെ കൊണ്ട് ഡെപ്പോസിറ്റ് ആയേക്കാം. അതുകൊണ്ട് തന്നെ അത് വളരെ ഹാർഡായിരിക്കും, ഡ്യൂറബിൾ ആയിരിക്കും, അത് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കും. അത് അതിൻ്റെ വോൾ വന്ന് ഹൈലി ലിഗ്നിഫൈഡ് സെൽ വോൾ ആയിരിക്കും അതിൻ്റെ ആ ഒരു റീജിയനിലുള്ള സെൽസിന് ഉള്ളത്. അതേപോലെ തന്നെ ആ ഒരു റീജിയനിലുള്ള എല്ലാ സെൽസും ഡെഡ് എലമെന്റ്സ് ആയിരിക്കും, ഡെഡ് ആയിരിക്കും, അവിടെ ഒന്നും ലിവിങ് ആയിട്ടുണ്ടാവില്ല. ഈവൻ സൈലം പാരൻകൈമ ഓൾസോ വിൽ ബി ഡെഡ്. സൈലം പാരൻകൈമ മാത്രമാണല്ലോ സൈലത്തിൽ ലിവിങ് ആയിട്ടുള്ളൂ, ബാക്കിയൊന്നും എന്താണ് സൈലം ഫൈബേഴ്സ് അത് സ്ക്ലിറൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ വെസൽസും എന്താണ് ട്രക്കീഡ്സും അതും എന്താണ് ഡെഡ് എലമെന്റ് ആണ് അല്ലെ. അപ്പൊ ഒന്നും ലിവിങ് ആയിട്ടുണ്ടാവില്ല, എല്ലാം ഡെഡ് ആയിട്ട് മാറും. ലിഗ്നിഫൈഡ് വോൾസും കാണും ആ ഹാർഡ് വുഡിന്റെ റീജിയനിൽ. ഈ ഹാർഡ് വുഡ് വാട്ടർ കണ്ടക്ഷനോ ഒന്നിനും സഹായിക്കുന്നില്ല, പക്ഷേ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആ സ്റ്റെമ്മ് വളർന്നു വലുതാവും തോറും അതിന് തിക്നെസ് കൂടുന്തോറും അതിന് മെക്കാനിക്കൽ സപ്പോർട്ടിന്റെ ആവശ്യം കൂടുതലാണ്. ആ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഈ ഹാർഡ് വുഡ് ആണ് കേട്ടോ. അതായത് ഉള്ളിലേക്ക് നീങ്ങിയിരിക്കുന്ന സെക്കൻഡറി സൈലത്തിലെ കുറേ ഡെപ്പോസിറ്റ്സ് ഒക്കെ വന്ന് അത് ഡെഡായിട്ട് മാറി ലിഗ്നിഫൈഡ് സെൽവോളൊക്കെ ആയിട്ട് മാറി ആ സംഗതി ഇപ്പൊ മെക്കാനിക്കൽ സപ്പോർട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതല്ലാതെ ഒരു വാട്ടർ കണ്ടക്ഷനോ ഒന്നും ചെയ്യുന്നില്ല എന്നർത്ഥം. ഇനി അതിന്റെ പെരിഫറൽ റീജിയനിലേക്ക് ഇരിക്കുന്ന സെക്കൻഡറി സൈലം അത് ലൈറ്റ് കളറിലായിരിക്കും, അതുകൊണ്ട് അതിന് സാപ്പ് വുഡ് എന്നാണ് പറയുന്നത്. ഈ സാപ്പ് വുഡ് ആണ് വാട്ടർ കണ്ടക്ഷനും മിനറൽ കണ്ടക്ഷനും ഒക്കെ റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് വാട്ടറിന്റെയും മിനറലിന്റെയും ഒക്കെ കണ്ടക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സാപ്പ് വുഡ് ആണ്. സാപ്പ് വുഡ് എങ്ങനെയായിരിക്കും? ലൈറ്റർ കളറിലായിരിക്കും കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ റെസിൻസും ടാനിൻസും അരോമാറ്റിക് ഓയിൽസും ഇതിന്റെ ഒന്നും ഡെപ്പോസിറ്റ് കാണില്ല, അതിന്റെ വെസലൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അതുവഴിയാണ് വാട്ടറും മിനറൽസും റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ഹാർഡ് വുഡും സാപ്പ് വുഡും ഒന്ന് വായിച്ചു നോക്കാം.
In all the trees, the greater part of the secondary xylem is dark brown due to deposition of organic compounds like tannins, resins, oils, gums, aromatic substances and essential oils in the central or innermost layers of the stem. These substances make it hard, durable and resistant to the attack of microorganisms and insects. This region comprises dead elements with highly lignified walls and is called hardwood. The hardwood does not contact water, but it gives mechanical support to the stem. The peripheral region of the secondary xylem is lighter in color and is known as sapwood. It is involved in the conduction of water and minerals from root to leaf. ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഓട്ടം വുഡും സ്പ്രിംഗ് വുഡും അതേപോലെ തന്നെ ഹാർഡ് വുഡും സാപ്പ് വുഡും ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ബോർഡ് എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെഷനിൽ ഇത്രയും മതി.